നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു തക്കാളി ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ നല്ലതുപോലെ പഴുത്ത തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കനം കുറച്ച് അരിഞ്ഞു. ഇതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഐറ്റംസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തക്കാളി ചോറുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ എടുക്കണം. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുകിട്ട് പൊട്ടിയതിന് ശേഷം വേപ്പില, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ടു. മുളക് പൊടി കരിയാതെ നോക്കണേ. അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് നേരം മൂടി വെച്ചു. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നാൽ ഇത് പാകമായിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ ഒരു 2.5 കയ്യിൽ ചോറിട്ടു. പിന്നെ ഇതേപോലെ ഒരു പപ്പടം പൊടിച്ചിടുക, കൈ കൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചിടുക. പിന്നെ ഇനി ഇളക്കേണ്ടത് സ്പൂൺ വെച്ചിട്ടാണ്. ഇനി നമ്മൾ കൈ തൊടരുത്. നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ മോന് കൊടുത്തേക്കാനായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ഒരു മുട്ട വെറുതെ ജസ്റ്റ് ഒന്ന് കുരുമുളക് ഉപ്പിട്ടിട്ട് പൊരിച്ച് വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കണതല്ലേ, നമുക്ക് മുട്ടയൊന്നും വേണമെന്നില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തക്കാളി ചോറൊന്നും പറയാം കേട്ടോ. താങ്ക് യു.